മിഥുൻ, ഇവരും ഇവിടെ തന്നെയാണോ വന്നിരിക്കുന്നത്? അയ്യോ ശരിയാണല്ലോ, ഇവരിവിടേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാന്നേ. അവരവിടെ ഉണ്ടെങ്കിൽ നമുക്കെന്താ കുഴപ്പം? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ. പിന്നെ മേഘനയുടെ വർത്തമാനം കേട്ടോണ്ടിരിക്കാൻ എന്ത് രസമാണെന്നോ. ഇത്രയും കൂളായിട്ട് സംസാരിക്കുന്നൊന്നും ഞാൻ കരുതിയതേയില്ല. എനിക്കിത് ആദ്യമായിട്ടുള്ളൊരു അനുഭവം. ഇവനാള് കൊള്ളാലോ, ഒടുക്കത്തെ ഓവർ ആക്ഷൻ. പിന്നെ മേഘനെ അതുമാത്രം കഴിച്ചാൽ മതിയോ? ഇതൊന്ന് നോക്കിയേ, സ്പെഷ്യൽ ബിരിയാണിയാ. മിഥുൻ, അവരെ കണ്ടപ്പോ തൊട്ട് നീ എന്തിനാ നെർവസ് ആവുന്നേ? ഞാനോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അവരുമായിട്ട് നമുക്കെന്താ കാര്യം? വെള്ളം കുടിക്കും. ആരോ മേഘനയെ വഴക്ക് പറയുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാ ഇപ്പൊ നിറകെ കയറിയത്. ഈ കിഴങ്ങനൊരു പഞ്ചാരയാണെന്ന് തോന്നല്ലോ. ഇവക്ക് വേറെ ആരെയും കിട്ടിയില്ല. മിഥുൻ, സത്യം പറയണം, മേഘന ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ? അവൾ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കെന്താ കാര്യം? നീ കാട് കയറി ചിന്തിക്കുന്നൊന്നും നിർത്ത്, എന്നിട്ട് കഴിക്കാൻ എന്താ വേണ്ടെന്ന് പറ. ഓർഡർ കൊടുത്ത് 1/2 മണിക്കൂർ കഴിഞ്ഞു, പക്ഷേ നിന്റെ മനസ്സാ ഇവിടെങ്ങും ഇല്ലാത്ത. ഹലോ മിഥുൻ സാറേ, സാറെന്താ ഇവിടെ? മേഘനയെ കാണാൻ വേണ്ടി വന്നതാണോ? അതിന് നിങ്ങൾ ഇങ്ങോട്ടാ വന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ. ഓ, ഇതറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നതാ. നിങ്ങളുടെ ദർശനം കിട്ടിയതോടെ ഡിന്നർ കഴിക്കാനുള്ള ഞങ്ങളുടെ മൂഡ് മൊത്തം പോയിന്ന് പറയാം. ഞങ്ങൾ പൊയ്ക്കോളാം. വാ മഞ്ജരി. മിഥുൻ സാറേ, ഒരു മിനിറ്റ് പ്ലീസ്, പോലെ. എന്തായാലും വന്നതല്ലേ, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ബോറടിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം കൂടിക്കൂടെ? സ്വർഗത്തിലെ കട്ടുറുമ്പാവാൻ ഞങ്ങൾ തൽക്കാലം വരുന്നില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. സാറ് മേഘനയുടെ പഴയ ഭർത്താവല്ലേ. ഞാൻ അവളെ വീണ്ടും കെട്ടാൻ പോകുന്നവന്. സാറിന്റെ എക്സ്പീരിയൻസ് എന്നോട് പങ്കുവയ്ക്കുകയാണെങ്കിൽ എന്റെ ഭാവി ജീവിതത്തിന് അത് ഉപകാരമായിരിക്കും. മിഥുൻ സാറേ, സാർ ഇങ്ങോട്ട് വാ. വന്നിവിടെ ഇരിക്കും. മഞ്ജരി മേഡം ഇങ്ങോട്ട് വാ. വന്ന് ഞങ്ങളുടെ കൂടെ കൂട്. ഹലോ വെയിറ്റർ, ഒന്ന് ഈ ടേബിളിന്റെ അടുത്തോട്ട് വന്നേ. വാ, ഇവിടെ വെച്ചേക്ക്. മിഥുൻ, ഇതൊന്ന് ട്രൈ ചെയ്തേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വാട്ടർ കുടിക്ക്. മിഥുൻ, നിനക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ ഒരു സ്പെഷ്യൽ പ്രോൺ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ വാരിത്തരാം.
ആ എന്താ മേഘനെ, എന്ത് തോന്നിയാ ചെയ്ത്? എന്ത് വിവരക്കേടായി കാണിക്കുന്നേ? മിഥുനേട്ടന് പ്രോൺസ് അലർജി ആണെന്ന് നിനക്കറിയില്ലേ? അത് കഴിച്ച മിഥുനേട്ടന് വീസിംഗ് ഉണ്ടാവുന്നുള്ള കാര്യം നീ മറന്നോ? പരിചയപ്പെട്ട് ഇത്രയും കാലമായിട്ടും ഇതുപോലും നീ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെയാ? എന്താ മിഥുനിത്? മേഘനെ കേറി വിളയുന്നത് കണ്ടിട്ട് പോലും നീ എന്തിനെങ്ങനെ എന്തോ വിഴുങ്ങിയ പോലെ ഇരിക്കുന്നേ? മേഘന പറഞ്ഞത് സത്യം തന്നെയല്ലേ മഞ്ജരി? ഞാൻ കൈയൊന്ന് കഴുകിട്ട് വരാവേ. ഓക്കെ മേഘനെ. എന്റെ പൊന്നു എന്തൊരു ചന്താടാ. സാരി ഉടുത്തപ്പോ ഇങ്ങനെയാണെങ്കിൽ സ്വിം സ്യൂട്ട് ഇട്ടാൽ എങ്ങനെ ഇരിക്കും? പാറാമോളെ, സ്വിം സ്യൂട്ട് ഇടോ? മിഥുനേട്ടാ, എന്താ ഒരു പെണ്ണിനെ കണ്ടപ്പോഴേക്കും നിനക്കൊക്കെ ചോര തിളയ്ക്കാൻ തുടങ്ങിയടാ? പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും അവന്റെ ഒരു കമന്റ് അടിച്ചു. ഞങ്ങൾ ഇനി ആരും കമന്റ് അടിക്കില്ല. ഇവരൊക്കെ ഞങ്ങളുടെ സഹോദരിമാരാ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ. ഇനി നീയൊക്കെ കണ്ണി കാണുന്ന പെണ്ണുങ്ങളെ കമന്റ് അടിക്കാൻ നിന്നാ കാലെ പിടിച്ച് വലിച്ച് കീറിക്കളയും ഞാൻ. കടന്ന് പാടാടുന്നു. ഹലോ മിസ്റ്റർ, താൻ എന്താ ഈ കാണിക്കുന്നത്? തന്നെ വിശ്വസിച്ച ഒരു പെണ്ണ് കൂടെ വന്നപ്പോ അവളെ നോക്കേണ്ടത് തന്റെ കടമയല്ലേ? തന്നോടുള്ള ഒരു വിശ്വാസം കൊണ്ടായിരിക്കില്ലേ അവൾ ഇറങ്ങി കൂടെ വന്നിരിക്കുന്നത്? മേഘനയുടെ കാര്യത്തിൽ മിഥുൻ ഇതിന് ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നേ? നമുക്ക് വേണ്ടപ്പെട്ടവരെ ആരെങ്കിലും അനാവശ്യം പറഞ്ഞാ അവന്റെ ചെപ്പക്കുറ്റി അടിച്ച് പൊളിക്കണ്ടേ? സ്നേഹവും കരുതലും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പെണ്ണിന് വേണ്ടത് സുരക്ഷിതത്വ. എന്തേ ഇപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കരുതലുണ്ടെങ്കിൽ മേഘനെ നിങ്ങൾക്ക് ഇതുവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ അർത്ഥം? അങ്ങനെയൊന്നുമില്ല സഞ്ജയ്, ഞാനൊരു ജനറൽ ഒപ്പീനിയൻ പറഞ്ഞതാ. ഒരു പുരുഷനെ വിശ്വസിച്ച് കൂടെ വരുന്ന പെൺകുട്ടിയെ പൊന്നു പോലെ നോക്കാൻ പഠിക്കണം. ആ സെക്യൂരിറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അണ്ടർസ്റ്റാൻഡ്? മഞ്ജരി വന്നേ. മേഘന സിസ്റ്റർ അത് കണ്ടായിരുന്നോ? ഇതാണ് യഥാർത്ഥ മിഥുന്റെ രൂപം. ഊതി വിയർപ്പിച്ചിരിക്കുന്ന ബലൂണിൽ ചെറിയൊരു കുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ബലൂണിൽ നിന്ന് കാറ്റ് പുറത്തു വരുന്ന പോലെ മിഥുന്റെ മനസ്സിൽ സിസ്റ്ററിനോടുള്ള സ്നേഹം പതുക്കെ പതുക്കെ പുറത്തിയാടാൻ തുടങ്ങും. വളരെ പെട്ടെന്ന് അത് മുഴുവൻ പുറത്തേക്ക് വരും, അത് ഉറപ്പാ. ആ, നിങ്ങളിങ്ങെത്തിയോ? എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് കാണുമല്ലോ. അപ്പൊ പിന്നെ പരസ്പരം ഇഷ്ടമായിട്ടുണ്ടാവും അറിയാം. ഷീസ് വെരി നൈസ് അങ്കിൾ. വെരി പ്രറ്റി ഗേൾ ടു. എനിക്ക് മേഘനെ എല്ലാ തരത്തിലും ഇഷ്ടമായി. മേഘനെ ഞാൻ മിസ് ചെയ്താ പിന്നെ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഇതുപോലൊരു പെൺകുട്ടിയെ കിട്ടില്ല. അത് സത്യമാണ് സഞ്ജയ്. അവളെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷെ വക്രബുദ്ധിയുള്ള ചിലർക്ക് അതൊന്നും മനസ്സിലാവുന്നില്ലാന്നേ ഉള്ളൂ. അത് അവരുടെ നഷ്ടമാണെന്ന് കൂട്ടിയാ മതി. ആ നഷ്ടം എത്ര വലുതാണെന്നുള്ളത് പിന്നീട് അവര് മനസ്സിലാക്കിക്കോളും. മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല അങ്കിൾ. ഞാൻ എന്തായാലും മേഘനയെ മിസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. മേഘനയുടെ എന്റെയും ജീവിതം സ്വർഗതുല്യമായിരിക്കും. ഇങ്ങനെ ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം കിട്ടും.
ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. മേഘനെ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ, മേഘനയ്ക്കും ഇഷ്ടപ്പെട്ടു. അത് തന്നെ വലിയ കാര്യം. നാളെ അമ്മയും അച്ഛനുമായിട്ട് വരാം, കല്യാണ കാര്യങ്ങൾ ഉറപ്പിക്കാൻ. പറ്റുമെങ്കിൽ നാളെ തന്നെ മുഹൂർത്തം കുറിക്കുകയും ചെയ്യാം. ഞാനും പ്രതീക്ഷിക്കുന്ന അതൊക്കെ തന്നെയാണ്. നമുക്കിനി ഒരുപാട് സമയമൊന്നുമില്ല. ശരി എങ്കിൽ ഞാൻ പോയിട്ട് വരാം. ആയിക്കോട്ടെ മോനെ. മിഥുൻ സാറേ, സാറ് കുറച്ചു നേരം കൂടെ റെസ്റ്റോറന്റിൽ ഉണ്ടാവേണ്ടതായിരുന്നു. നമുക്കൊന്നിച്ച് തിരിച്ചു വരായിരുന്നല്ലോ. തിരക്കുള്ളോണ്ടായിരിക്കുമല്ലേ സാറ് പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോകുന്നത്. സാരമില്ല, നാളെ നമുക്ക് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മേഘനെ, ഗുഡ് നൈറ്റ്. എനിക്കിതൊന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. മുഹൂർത്തം, കല്യാണം, എന്തൊക്കെ ഇത്? അപ്പോ സഞ്ജയും മേഘനേട്ടത്തെയും തമ്മിലുള്ള കല്യാണം നടക്കുന്നാണോ? അതൊരിക്കലും സമ്മതിക്കരുത്. എത്രയും പെട്ടെന്ന് നമുക്ക് വലിച്ചനുമായി ഇതിനെ കുറിച്ച് സംസാരിക്കണം. നീ വാ. തന്നെ വിശ്വസിച്ച ഒരു പെണ്ണ് കൂടെ വന്നപ്പോ അവളെ നോക്കേണ്ടത് തന്റെ കടമയല്ലേ? തന്നോടുള്ള ഒരു വിശ്വാസം കൊണ്ടായിരിക്കില്ലേ അവൾ ഇറങ്ങി കൂടെ വന്നിരിക്കുന്നത്? നമുക്ക് വേണ്ടപ്പെട്ടവരെ ആരെങ്കിലും അനാവശ്യം പറഞ്ഞാ അവന്റെ ചെപ്പക്കുറ്റി അടിച്ച് പൊളിക്കണ്ടേ? മേഘന മോളെ, എന്താച്ചാ? റെസ്റ്റോറന്റിൽ നടന്ന കാര്യങ്ങളൊക്കെ സഞ്ജയ് എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചായിരുന്നു. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ളവരുടെ മനസ്സിന് ഒരിളക്കമൊക്കെ തട്ടത്തുള്ളൂ മോളെ. മിഥുന്റെ മനസ്സിൽ നിന്നോട് ഒത്തിരി സ്നേഹമുണ്ട്. അതൊന്ന് ട്രിഗർ ചെയ്യാൻ അവനെ സഹായിച്ചാൽ മതി. അവനത് തിരിച്ചറിഞ്ഞോളും. സത്യത്തിൽ എന്റെ മോനൊരു പാവമാ മോളെ. ഇത് നമ്മൾ വിചാരിച്ചെടുത്ത് തന്നെ എത്തുന്നുള്ള കാര്യം ഉറപ്പാ. സഞ്ജയ് നിന്നോട് അടുക്കും തോറും മിഥുൻ ആ വേദന സഹിക്കാൻ പറ്റാണ്ടാവും. നിന്നെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള തോന്നൽ അപ്പോൾ മുതൽ അവന്റെ മനസ്സിൽ തോന്നാൻ തുടങ്ങും. പക്ഷെ ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആണച്ചാ. മിഥുനേട്ടൻ എന്റെ കാര്യത്തിൽ പൊസസീവ് ആവുന്നത് കണ്ട് സന്തോഷിക്കണമെന്നും അറിയില്ല. മറിച്ച് എന്നോടുള്ള ഏട്ടന്റെ അഭിപ്രായങ്ങൾ മാറിപ്പോവെന്ന് പേടിക്കണമെന്നും അറിയില്ല. മോള് മാത്രമല്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുള്ളൂ. അവൻ ആലോചിക്കുന്നില്ലല്ലോ. എടുത്തു ചാടി വിവാഹമോചനം നേടി. എത്ര നിഷ്പ്രയാസമാണ് നിന്നെ അവൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത്. ആ തീരുമാനമോർത്ത് എന്നും അവന് പശ്ചാത്താപം ഉണ്ടാകണം. വീണ്ടും നിന്നെ വേണമെന്നുള്ള തോന്നൽ അവന്റെ മനസ്സിലുണ്ടാകും.